ഒരു സെൽഫിയോ ഒരു ഫോട്ടോയോ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ, ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ നിങ്ങൾക്ക് അന്നം നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാനാണ് എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. എന്താ ശുക്കൂറ എന്ന് പറഞ്ഞാ? ശുക്രൻ, താങ്ക് യു, നന്ദി എന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്നവർ. ഒരു നന്ദിയും വേണ്ട. നിങ്ങളാരും എന്നോട് നന്ദി ചെയ്യേണ്ടതില്ല. നിങ്ങളാരും അതിന് പകരം നിങ്ങൾ എനിക്ക് തിരിച്ചുപകാരവും ചെയ്തു തരേണ്ടതില്ല. ഇതിനെല്ലാം നൽകാൻ കഴിയുന്നവനായ അല്ലാഹു തന്നാൽ മതി. നിങ്ങൾ നന്ദി ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ നന്മ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. വിശ്വാസികൾ they are always righteous. വിശ്വാസികൾ നന്മ ചെയ്യും. അത് അവരും പടച്ചവനെ അറിയൂ. ഈ വിശ്വാസമില്ലാത്തവർ സെൽഫ് റൈറ്റിയസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് ഇന്നലെ അവിടെ കൊടുത്തു, ഇവിടെ എത്ര കൊടുത്തു, അവിടെ അത്ര കൊടുക്കാറുണ്ട്, ഇവിടെ എത്ര കൊടുക്കാറുണ്ട്. സെൽഫ് റൈറ്റിയസ് ആവാൻ പാടില്ലെന്നാണ്. റൈറ്റിയസ് ആവണം, നന്മ ചെയ്യുന്നവരാവുക, അമല് സ്വാലിഹാത്ത് ചെയ്യുക. എന്തിന്? ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി. സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു കാലമാണ്. അങ്ങാടികളിൽ കച്ചവടങ്ങളില്ല, കച്ചവടക്കാർ പ്രയാസത്തിൽ. വലിയ വലിയ മാളുകളിൽ കച്ചവടങ്ങൾ യഥേഷ്ടം നടക്കുന്നു. നമ്മുടെ അങ്ങാടികൾ, കൊച്ചു കൊച്ചു കവലകൾ, നമ്മുടെ കൊച്ചു കൊച്ചു അങ്ങാടികൾ, കൊച്ചു ടൗണുകൾ, കച്ചവടമില്ല. വാടക കൂടിക്കൊണ്ടിരിക്കുന്നു. കസ്റ്റമർ വരുന്നില്ല. വരുന്നവർക്ക് വേണ്ട വിധം സാധനം കൊടുക്കാൻ പറ്റുന്നില്ല. വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു മനുഷ്യന്റെ ചുറ്റുവട്ടങ്ങളിലുമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണേ. അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന സമ്പത്ത് അയാൾക്ക് മാത്രമുള്ളതല്ല. പുണ്യനബി ഞങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുമുള്ള ആളുകൾക്കുള്ളതാണ്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ ബാക്കി വരുന്നത് എന്തിനെന്നറിയോ? അതെടുത്ത് നിങ്ങൾ കടിച്ചു പൊളിക്കാനുള്ളതല്ല. പിന്നെയോ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലും ഫക്കീർ മിസ്കീന്മാരുണ്ടോ? അവരെ പരിരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവർക്കുള്ളതാണ്. അവരുടെ സമ്പത്തിൽ അവരുടെ സമ്പത്തുകളിൽ അറിയപ്പെട്ട അവകാശമുണ്ട് പാവപ്പെട്ടവർക്ക്. വിശുദ്ധ ഖുർആന്റെ ഭാഷ്യമാണത്. പാവപ്പെട്ടവന്റെ അവകാശം മുതലാളിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്നാണ്. ഒരിക്കലും അന്നം കിട്ടാതെ ലോകത്താരും പട്ടിണി കിടന്ന് മരിക്കേണ്ടതില്ല. എല്ലാവർക്കും അല്ലാഹു ഇവിടെ ഭക്ഷണം തന്നിട്ടുണ്ട്. എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചതാണ്. പക്ഷേ നിങ്ങളിലെ മുതലാളിമാർ, പിശുക്കന്മാരായ മുതലാളിമാർ, അത് കൈയടക്കി വെച്ചിരിക്കുമ്പോ പലർക്കും കിട്ടേണ്ട അവകാശം അയാളുടെ കയ്യിൽ കിടന്ന് നശിച്ചു പോവുകയാണ്. എന്നല്ലാതെ അല്ലാഹു റിസ്ക് ഇറക്കാത്തത് കൊണ്ടല്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ വലിയ മനോഹരമായ ഒരു വീക്ഷണമാണത്. ഒരാളും അന്നം കിട്ടാതെ ഇവിടെ മരിച്ചു പോകുന്നില്ലെന്നാണ്. അന്നം ഓരോ മനുഷ്യനും ആവശ്യമായത്. ഓരോ ജന്മം ഭൂമിയിൽ ഉണ്ടാകുമ്പോഴും അതിനാവശ്യമായ പ്രൊഡക്ഷൻ ലോകത്ത് കൂടുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് അങ്ങനെ ആയിരുന്നില്ല. ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ഞാനൊക്കെ സോഷ്യോളജി പഠിക്കുന്ന കാലം, അന്ന് യൂണിവേഴ്സിറ്റിയിലെ വലിയ ചർച്ച അതായിരുന്നു. ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ നടക്കാൻ പോവാണ്. 1998 അന്ന് വലിയൊരു ചർച്ചാ വിഷയം അതാ. ലോകത്ത് ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചു പോയാൽ ഇവിടെ പാടങ്ങൾ കുറവാണ്, കൃഷിയിടങ്ങൾ കുറവാണ്, ആളുകളുടെ എണ്ണം, തിന്നാൻ ആളുകൾ കൂടുന്നു, ഭക്ഷണം ഇവിടെ കുറയാണ്. സംഭവിച്ചത് അങ്ങനെയാണോ? അതിനുശേഷം ഒരു പക്ഷേ 10-20 കൊല്ലം കഴിഞ്ഞു. ആ കൊല്ലത്തിനിടക്ക് ഭക്ഷണം പ്രൊഡക്ഷൻ കൂടുകയല്ലേ ചെയ്തത്? ഭക്ഷണം കൂടി. മനുഷ്യൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു. ചൈനക്കാരെ വിചാരിച്ചു സന്താന നിയന്ത്രണം ചെയ്താൽ ലോകത്ത് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നു. പക്ഷെ ബോധ്യപ്പെട്ടു, ആ സന്താന നിയന്ത്രണം ചെയ്തതോടുകൂടെ 2-3 തലമുറകളെ രാജ്യത്തിന് നഷ്ടമായി. ഇനി പ്രവർത്തിക്കാൻ കുറെ വേഷന്മാരെ ഇനി ഉണ്ടാവുള്ളൂ. അടുത്തൊരു തലമുറക്ക് വേണ്ട യുവ തലമുറ ഇല്ല. കാരണം സന്താന നിയന്ത്രണമുണ്ടായി, മക്കളില്ലാത്തവരുണ്ടായി, ഉള്ളവർ തന്നെ ഒരു കുഞ്ഞ് മതി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് വലിയ ഒരു കറ്റാസ്ട്രോഫി ആ രാജ്യത്തെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അല്ലാഹു മനുഷ്യന് ജന്മം നൽകുന്നതോട്
അള്ളാഹു ഭൂമിയിൽ ജീവൻ നൽകിയവട്ടുണ്ടെങ്കിൽ, പടച്ചവൻ ജീവൻ നൽകിയ ഓരോ മനുഷ്യനും ആവശ്യമായ ഭക്ഷണവും അവരുടെ റിസ്ക്കും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അതിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ സ്നേഹിക്കുന്നവരാകണം, മനുഷ്യർ മനുഷ്യരോട് കരുണ കാണിക്കുന്നവരാകണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം നിലനിൽപ്പാണ്, ഭക്ഷണമാണ്, ശുദ്ധവെള്ളമാണ്, വായുവാണ്. ഒരുപക്ഷെ ഭക്ഷണവും വെള്ളവുമില്ലാതെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും. വായു 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടി മരിച്ചു പോകും, അല്ലേ? അതുകൊണ്ട് തന്നെ ഡാമുകൾക്ക് തടയിടാൻ ചില ഗവൺമെന്റുകൾക്ക് കഴിയും. ഭക്ഷണങ്ങളുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടുകൾ രാജ്യങ്ങൾ തീരുമാനിച്ചാൽ നിർത്തിവെക്കാൻ പറ്റും. നേരെ മറിച്ച് ഓക്സിജൻ എന്ന അല്ലാഹു സംവിധാനിച്ച വായുവിനെ കൺട്രോൾ ചെയ്യാൻ ഒരാളെയും അല്ലാഹു അനുവദിച്ചില്ല. കാരണം അതൊരു സെക്കൻഡ്, 1 മിനിറ്റ് അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ശ്വാസം മുട്ടി മരിച്ചേനെ. അതുകൊണ്ട് ഒരു രാജ്യത്തിനും ബൗണ്ടറി വെക്കാൻ കഴിയാത്ത വിധം അല്ലാഹു ഓക്സിജൻ സപ്ലൈ അൺലിമിറ്റഡ് ആയി കൊടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠങ്ങളില്ലയോ? മനുഷ്യന് ചിന്തിക്കാൻ ഇടമില്ലയോ ഇവിടെയൊക്കെ? അതുകൊണ്ട് ഏറ്റവും നല്ല സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് പോലും മനുഷ്യനെ സേവിക്കലാണ്, മനുഷ്യനെ മനുഷ്യനായി കാണലാണ്, മനുഷ്യനിലെ നന്മയെ പരിപോഷിപ്പിക്കലാണ്, മനുഷ്യനിലെ മൃഗീയ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യലാണ്. മനുഷ്യൻ മൃഗമായി അതപ്പതിക്കരുത്. മനുഷ്യൻ സംസ്കാരമുള്ളവനാണ്. മനുഷ്യൻ സംസ്കാരം ലോകത്ത് പ്രചരിപ്പിക്കേണ്ടവനാണ്. ആ സംസ്കാരം സെലിബ്രേറ്റ് ചെയ്യേണ്ടവരാണ്. അതിനു പകരം തിന്മകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന പേരുള്ള മനുഷ്യൻ, ദ ഹ്യൂമൻ, ദ മാൻ അല്ലെങ്കിൽ ദ മാൻകൈൻഡ്സ് എന്നർത്ഥമുള്ള സൂറയാണ് സൂറത്തുൽ ഇൻസാൻ. മനുഷ്യൻ എന്നാണ് ആ സൂറന്റെ പേര് തന്നെ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. അല്ലാഹു മനുഷ്യൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ, സൂറയിൽ ആദ്യം പറയുന്ന ആയത്ത് എത്ര മനോഹരമാണെന്ന് നോക്കും. മനുഷ്യനോട് അല്ലാഹു ആദ്യമായി സംവദിക്കുന്ന ആയത്ത് എന്തായത്? ഏ മനുഷ്യ, ഹൽ അതാ അലൽ ഇൻസാൻ, നിന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം നീ ഓർക്കുന്നുണ്ടോ? ഹീനും മിനദ്ദഹർ, there was a time ലം യകുൻ ശൈഅൻ മദ്കൂറാ, you were not a thing to be mentioned. പറയപ്പെടാൻ മാത്രം ഒരു വസ്തു പോലുമല്ലാതെ നീ നിന്റെ ഉമ്മയുടെ ഉദരത്തിലേക്ക് നിന്റെ ജന്മം ആരംഭിക്കുന്ന കാലം എന്തായിരുന്നു നീ ഓർത്തിട്ടുണ്ടോ? അതൊക്കെ ഒരു നല്ല ചോദ്യം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടതേ വിശ്വസിക്കൂ. കാണാൻ മാത്രം നിന്റെ കണ്ണിന് എത്രയാ പവറുള്ളത്? അത് ആലോചിച്ച് നോക്കണ്ടേ. കണ്ണിന്റെ പവർ എത്രയാ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോടിക്കണക്കിന് സാധനം. ഇനി പോകട്ടെ, ഈ പ്രപഞ്ചത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നാ കണ്ടെത്തിയത് നാസക്കാരന്റെ കണക്ക്. നാസയിലെ സയന്റിസ്റ്റുകളുടെ കണക്ക് പ്രകാരം there are stars in the universe the number of sand grains on the beaches of the earth. ഭൂമിയിലെ ബീച്ചുകളിൽ മുഴുവനുള്ള മണൽത്തരികളുടെ എണ്ണത്തിന് എത്ര? ബീച്ചുകളായ ബീച്ചുകൾ, വർക്കല ബീച്ച് മാത്രമല്ല, ലോക ഭൂമിയിലുള്ള എല്ലാ ബീച്ചുകളും, അവിടെയൊക്കെ എത്ര മണൽത്തരികളുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു, അതൊക്കെ നമ്മൾ കണ്ടെത്തിയ സാധനങ്ങളാണ്. ഇതെല്ലാം കാണാത്ത ലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്ററുകളായി കിടക്കുന്നത് 94%. 94% പ്രപഞ്ചത്തിൽ കിടക്കുന്ന സാധനങ്ങൾ ടോട്ടലി അൺസീൻ. നമ്മൾ കണ്ടത് വെറും 6% മാത്രമേ ഉള്ളൂ അത്രേ. ഈ പറയുന്ന ലോകം എന്ന് പറയുന്ന ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള, ബില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് എന്ന് പറയുന്ന പ്രപഞ്ചം മനുഷ്യന് കാണാൻ പറ്റുന്ന 6% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 94% മനുഷ്യന് കാണാൻ കഴിയാതെ കിടക്കുന്ന ലോകമാണ്. എന്നിട്ട് പറയും, പഠിച്ചവനെ കാണണം. അല്ലാഹു ഫൗഖ ഖൽഖി,
ഫൗഖ സബ്ഇ സമാവാത്. നിന്റെ കണ്ണെന്ന് പറയുന്ന 2 ചെറിയ ഐബോളുകൾക്ക് കാണാൻ മാത്രം അള്ളാഹു നിന്റെ മുമ്പിൽ ചെറുതാവണം എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അല്ലേ? അള്ളാഹുവിന്റെ അളമത്തിനെയും മഹത്വത്തെയും ഇടിച്ചു താഴ്ത്തിയിട്ട് നിന്റെ 2 ഈ കൊച്ചു കണ്ണ്, അതങ്ങ് ഷുഗർ വന്ന് അടിച്ചു പോകുന്ന സാധനമാ, അതിന്റെ മുമ്പിൽ പടച്ചവൻ പ്രത്യക്ഷപ്പെടണമെന്ന് എങ്ങനെയുണ്ട് ചോദ്യം? ആ ചോദ്യം അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന ചോദ്യമല്ലേ? You want Allah to shrink into little being. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന സാധനമായിട്ട് അങ്ങ് ചെറുതായി വരണം എന്നാണോ ഈ പറയുന്നത്? അതുകൊണ്ട് മൂസ നബിയെ, എൻ്റെ പരിശുദ്ധമായ ദാത്തിനെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണുക സാധ്യമല്ല. ആ ദാത്തിന്റെ ഒരു പ്രകാശസ്ഫുരണം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, فانظر إلى الجبل فإن استقر مكانه فسوف تراني. സീനാ പർവ്വതത്തിനടുത്തുള്ള ജബലുദ്ദക്കയിലേക്ക് ചൂണ്ടിയിട്ട് ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ മൂസ നബിയെ. എൻ്റെ ദാത്തല്ല, റബ്ബിന്റെ പ്രകാശം, അല്ലാഹുവിന്റെ തജല്ലിയുടെ ഒരു ചെറിയൊരംശം, ആ പ്രകാശം വന്നു ചേർന്ന സ്ഥലം പോലും കാണാൻ മൂസ നബിക്ക് കഴിയാതെ ഫഖറ മൂസ സ്വഇഖാ, ആ പർവ്വതം കിടുകിടാ വിറക്കുകയും മൂസ നബി ബോധരഹിതരായി വീണുപോവുകയും ചെയ്തുവല്ലോ. അങ്ങനെയെങ്കിൽ ആ തജല്ലി നേരിട്ട് എങ്ങനെ കാണും? ആ തജല്ലി മറ്റൊന്നിന്റെ മേൽ, ഒരു പർവ്വതത്തിന്റെ മേൽ റിഫ്ലക്ട് ചെയ്തപ്പോ ആ റിഫ്ലക്ഷൻ പോലും കാണാതെ فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ തജല്ലി എങ്ങനെ കാണും? അത് കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാന്റെ ദാത്തിനെ ഇവിടെ വെച്ച് എങ്ങനെ കാണും? അത് റബ്ബ് കാണിച്ചു തരും. വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. നാളെ ചില മുഖങ്ങൾക്ക് പ്രകാശമാണ്, ശോഭയുണ്ട്. നാളെ ചില മുഖങ്ങൾക്ക് തെളിച്ചമുണ്ട്. നാളെ ചില മുഖങ്ങൾ അതിസുന്ദരമാണ്. കാരണം ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് നോക്കുമ്പോൾ, ആ റബ്ബിന്റെ ദാത്ത് കാണാൻ നാളെ അവസരമുണ്ടാകുമ്പോൾ മുഖങ്ങൾക്ക് കിട്ടുന്ന ഒരു തെളിച്ചമുണ്ട്. വജൂഹു യൗമഇദിൻ നാദിറ. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇൻഷാ അല്ലാഹ്. ഉമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോടെ, ഇവിടെ ഭൂമിന്റെ മോനെ നിനക്ക് പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും, വെറുതെ ഞാനിവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എന്തിനാ അതൊക്കെ അല്ല മോനെ, നിന്റെ കൈയൊക്കെ നിനക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടപ്പോ ഇങ്ങനെയല്ലേ ഇരിക്കണത്. കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് നിനക്ക് ഒരു പക്ഷെ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചെയ്ത് നീന്തി തുടിക്കാൻ പറ്റുന്ന കുളങ്ങള്, പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം, ഫുട്ബോൾ കോർട്ടുകള്, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ്ബോൾ കോർട്ടുകള്, എന്തൊക്കെ കളറുകളും നിറങ്ങളുമുള്ള കുന്നുകളും മലകളും സമുദ്രങ്ങളും ജലാശയങ്ങളും തടാകങ്ങളും കടലുകളുമുള്ള ഒരു ലോകത്തേക്ക് നീ വരും കേട്ടോ എന്നാ കുട്ടിയോട് പറഞ്ഞാൽ, ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കാണാത്തൊരു ലോകം എന്തിനാ വെറുതെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ പൂതി വെപ്പിക്കുന്നത് ചോദിച്ചാൽ, അതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആഖിറത്തിന്റെ വിഷയം പറയുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴേ ഇതൊക്കെ ഉണ്ടോ? ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് തോന്നിയത് അതായിരിക്കണം. ഇനി വലിയൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ജനിച്ചു വീണപ്പോ എന്നാ പിന്നെ ഇനി ഉമ്മയുടെ വയറ്റിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? പറ്റില്ല. എന്ന പോലെ ആഖിറത്തിലെത്തിപ്പെട്ട ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ ഒരിക്കലും എനിക്കൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുക പോലുമില്ലെന്നാണ്. ഇതുപോലെ just like a baby wouldn't want to go back into the womb of a mother, അതുപോലെയാണ് ഈ ലോകവും നാളത്തെ പരലോകവും കിടക്കുന്ന ബന്ധമെന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ, ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വന്നവരാണ് നമ്മളൊക്കെ, മനുഷ്യരാണ്. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്ന ഈ ലോകത്ത് മാതൃപിതൃ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, സൗഹൃദ ബന്ധങ്ങളെ നന്മയുടെ കരടിൽ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. മനുഷ്യന് ഉണ്ടാക്കണം, സമ്പത്ത് വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്ന ആ ഒരു ആർത്തിയിൽ എല്ലാം മറന്നുപോയി സമ്പത്തിനെ മാത്രം ആരാധിക്കുന്ന തരത്തിലേക്ക്
നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോകുന്നിടത്ത് ശ്രദ്ധിക്കണേ, നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ പിന്തിരിയുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അർശിനെ താങ്ങി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ 8 മലക്കുകളുണ്ട്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ 8. ആ 8 മാലാഖമാരിൽ 4 മാലാഖമാർ ചൊല്ലുന്നത് ഒരു ദിക്റാണ്, മറ്റ് 4 മാലാഖമാർ ചൊല്ലുന്നത് മറ്റൊരു ദിക്റാണ്. ഇത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ജീവികളും പക്ഷികളും സർവചരാചരങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും വാഴ്ത്തിക്കുള്ള ദൂരം ബില്യൺ കണക്കിന്, പ്രകാശവർക്കുള്ള ദൂരം ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ, അങ്ങനെ കിടക്കുന്ന ബില്യൺ കണക്കിന് ഗാലക്സികള്, ഇതെല്ലാം നിങ്ങളുടെ കൽബിലേക്കൊന്ന് കൊണ്ടുവന്നാൽ വലിയൊരു മരുഭൂമിയെ കൂടെ സങ്കല്പിക്കുക. ആ മരുഭൂമിയുടെ നടുവിൽ ഒരു വളയുണ്ട്, ഒരു റിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേസ്ലെറ്റ്. വിശാലമായ മരുഭൂമി, കണ്ണെത്താ ദൂരം കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ എവിടെയോ ഒരു ചെറിയ ഹലഖ, ഒരു റിങ്. ആ റിങ്ങും ആ മരുഭൂമിയുടെ വലുപ്പവും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ആ ചെറിയ റിങ്ങാണ് ഈ പ്രപഞ്ചമെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിൻ്റെ കുർസി. റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണെത്താ ദൂരം നിൽക്കുന്ന മരുഭൂമിയാണ് അത്ര അള്ളാഹുവിൻ്റെ കുർസി. ഇനി ആ കണ്ണെത്താ ദൂരമുള്ള മരുഭൂമിയിൽ കിടക്കുന്ന റിങ് തന്നെ സങ്കല്പിക്കൂ. ആ റിങ്ങാണ് അള്ളാഹിന്റെ കുർസിയെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിൻ്റെ അർശ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ അർശിനെ താങ്ങി നിൽക്കുന്നത് മഹാഭീമാകാരന്മാരായ അള്ളാഹുവിൻ്റെ 8 മലക്കുകളാണ്. അതിൽ 4 മലക്കുകൾ ചൊല്ലുന്നു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നു റബ്ബേ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു റബ്ബേ. ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. പടച്ചവനെ നീ ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവനാണ്, ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നവനാണ്, എന്നിട്ടുകൂടെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നുവല്ലോ, അതുകൊണ്ട് നിനക്കാണ് സ്തുതി. അല്ലാഹ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. അടുത്ത 4 മലക്കുകൾ ചൊല്ലുന്നത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, നിനക്കാണ് സർവസ്തുതിയും. ലക്കൽ ഹംദു അലാ ഹിൽമിക്. പടച്ചവനെ നീ എത്ര സഹനമുള്ളവനാണ്. എന്തൊക്കെയാ നിന്റെ സൃഷ്ടികൾ നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പടച്ച മനുഷ്യർ, ശ്വാസം നിന്നാൽ ജീവനറ്റു പോകുന്ന മനുഷ്യൻ, ഉറങ്ങിക്കിടന്നാൽ എണീക്കുമോ എന്ന ധൈര്യമില്ലാത്ത മനുഷ്യൻ, എന്തൊക്കെയാ നിന്നെക്കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാണ് നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാ നിന്റെ ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നത്. നിന്റെ സഹനം അപാരമാണ് റബ്ബേ. നിന്നെ വേദനിപ്പിക്കുന്ന, നിനക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക്, ഒരു ചിന്ത ഒരു മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഹൃദയത്തിൽ ഉദിക്കുമ്പോഴേക്കും അതറിയാൻ കഴിയുന്ന റബ്ബേ ബഅദ ഇൽമിക്. അത് നിനക്കറിയുമല്ലോ. എന്നിട്ട് പോലും അവരെ പെട്ടെന്ന് നശിപ്പിക്കാതെ, അവിടെ വെച്ചവരെ തീർത്തുകളയാതെ ജീവിക്കാൻ ഇനിയും അവസരം നൽകുന്ന, തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്ന വിധം ക്ഷമയുള്ള റബ്ബേ, നിന്റെ ക്ഷമക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന അർശിനെ ചുമക്കുന്ന വേറെ 4 മലക്കുകളും അള്ളാഹുവിനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചൊല്ലി നോക്കൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക്. 4 മലക്കുകൾ അതാ അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നുവല്ലോ റബ്ബേ,
അവിടെ നമ്മൾ മാപ്പ് കൊടുക്കുക മനുഷ്യർക്ക്. നമ്മോട് തെറ്റ് ചെയ്തവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മോട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നാൾ മറക്കാൻ കഴിയാത്ത വിധം നിരുപാധികം അല്ലാഹുവിനെ ഓർത്ത് മാപ്പ് കൊടുക്കുക. അടുത്തൊരു കൂട്ടം മലക്കുകൾ അല്ലാഹുവിന്റെ ഈ അർശിനെ താങ്ങുന്ന മറ്റു 4 മലക്കുകൾ ചൊല്ലുന്നതും ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചൊല്ലിക്കോളൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. ഒന്ന് ഹിൽമ്, മറ്റേത് ഇൽമ്. ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. ആദ്യം പറയുന്ന മലക്കുകൾ ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. ഇവിടെ പറയുന്നു റബ്ബേ നീ എത്ര ക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വിശുദ്ധ ഖുർആനിന്റെ സൂറകളിൽ ഒരു ചെറിയ സൂറയാണല്ലോ സൂറത്തുൽ അസ്ർ. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ കാലം ജീവിച്ചു തീർത്തു പോകുന്ന മനുഷ്യൻ നഷ്ടത്തിലാണ്. ഈ കാലം തീർത്തുപോയി ആയുസ് തീർന്നു പോകുന്ന ഈ മനുഷ്യൻ നഷ്ടത്തിലാണ്. നഷ്ടമില്ലാത്തവർ 4 കർമ്മങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ്. ഇല്ലല്ലദീന ആമനു, ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവർ. വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. വതവാസൗ ബിൽ ഹഖ്, സത്യം എവിടെയോ സത്യമേ നമ്മൾ കേൾക്കാവൂ, സത്യമേ സ്വീകരിക്കാവൂ, സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ. നമ്മൾ നിൽക്കുന്ന നമ്മുടെ ന്യായമോ നമ്മുടെ വാദമോ സത്യമല്ലെങ്കിൽ അതിനെ എടുത്തു കളയണം. സത്യത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നവർ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കണം എന്ന് പരസ്പരം പറയുന്നവർ, ക്ഷമ പരസ്പരം ഉപദേശിക്കുന്നവർ, സത്യമേ കൊണ്ടു നടക്കാവൂ എന്ന് പരസ്പരം ഉപദേശിക്കുന്നവർ. 2 ഉപദേശമാ പറഞ്ഞു. ഒന്ന് സത്യം, ഒന്ന് ക്ഷമ, പിന്നെ 2 കർമ്മം. ഒന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, മറ്റൊന്ന് ഖൽബിൽ ഈമാനുള്ളവർ. ഇവരല്ലാതെ മറ്റു സർവ്വ ആയുസ് തീർത്തു പോകുന്ന മനുഷ്യനും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഒരു കൊച്ചു സൂറയിൽ അല്ലാഹു അവതരിപ്പിച്ചതാണ് സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു നമ്മെ ഹക്കിന്റെയും സബ്റിന്റെയും ഈമാനിന്റെയും അമലു സ്വാലിഹാത്തിന്റെയും അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തി തരട്ടെ. പുണ്യനിബിധങ്ങൾ വിഭാവനം ചെയ്ത നന്മയുടെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന, മനുഷ്യന്റെ മഹത്വം കാണിച്ച് മനുഷ്യനെ ആദരിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പുണ്യനബിയുടെ ആശയങ്ങളുടെ വക്താക്കളായി, അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രയോക്താക്കളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നമ്മുടെ നന്മകൾ പടച്ചവനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാവട്ടെ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവിനെ നാളെ കണ്ടുമുട്ടുന്ന ജന്നത്തുൽ ഫിർദൗസാണ്. നമ്മുടെ ലക്ഷ്യം അവിടെയാണ്. അവിടേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ. ആ ലക്ഷ്യത്തിൽ തളരാതെ, മടിപിടിക്കാതെ നമ്മുടെ 5 നേരത്തെ നിസ്കാരവും, മാതാപിതാക്കളോടുള്ള നമ്മുടെ കടപ്പാടുകളും, നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളും, നാടിനോടും രാജ്യത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയും ജീവനോളം കാത്തു സൂക്ഷിച്ച് ഒരു നല്ല നാളെയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉമ്മത്തിനെ വാർത്തെടുക്കാൻ കഴിയുന്നവരായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ.